പുഷ്പ 2 എല്ലാമുണ്ട് പുഷ്പയ്ക്ക്, എന്നാൽ ചിലതോ ഇല്ല. കഥയുമില്ല, തിരക്കഥയുമില്ല. പുഷ്പ 2 ഭയങ്കര വലിയ ബിസിനസ് നടത്തിയിരിക്കുന്ന പടമാണ്. ഒരു പ്രീ റിലീസ് ബിസിനസ് തന്നെ 1000 കോടിക്ക് മുകളിൽ പോയി. പ്രീ റിലീസ് ബുക്കിംഗ് 250 crore പ്ലസ് കളക്ഷൻ ഒക്കെ പറയുന്ന ഇന്ത്യയിലെ മോസ്റ്റ് അവൈറ്റഡ് കൊമേഴ്ഷ്യൽ മൂവി. ഭയങ്കര ബിസിനസ് നടന്ന മൂവി. ഏർലി മോർണിംഗ് ഷോ ഒന്നും പോയി കാണാനുള്ള മനക്കെട്ടില്ലാത്തതുകൊണ്ട് ഒരു മോർണിംഗ് ഷോ കണ്ടു. പുഷ്പ 1 എന്ത് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഗംഭീര ബിസിനസ് നടന്ന ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് മൂവിയാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നസും പരിപാടികളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന്റെ സാധ്യതകളും അതിന്റെ എൻജോയ്മെന്റ് വാല്യൂവും കാര്യങ്ങളൊക്കെ നോക്കുക. പാട്ടുകള്, ഹിറ്റായിട്ടുള്ള ഡയലോഗുകള്, ഹിറ്റായിട്ടുള്ള സീൻസ്, ഫൈറ്റ് കൊറിയോഗ്രാഫി തൊട്ട് ക്യാമറ എഡിറ്റിംഗ്, അങ്ങനെ ടെക്നിക്കൽ സൈഡ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ട് വർക്കായിട്ടുള്ള ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള മൂവിയാണ്. അതിന്റെ ഒരു എക്സ്പെക്ടേഷനും ഒരു ഹൈ എക്സ്പെക്ടേഷനും നിൽക്കുന്ന സമയത്താണ് ഈ പടം വരുന്നത്. ഇന്ത്യൻ മൂവീസിന്റെ ബിസിനസ് തന്നെ ശരിക്കും തെലുഗു ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തിട്ട് പോകത്തക്ക രീതിയിൽ വരുന്നുണ്ട്. ആ വരിയിൽ ഇറങ്ങും മുമ്പ് തന്നെ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് പുഷ്പ 2. ഓൾമോസ്റ്റ് എല്ലാവരും പുഷ്പ 1 ടെക്നിക്കൽ സൈഡ് തന്നെയാണ്. ഇപ്പോൾ റൈറ്റർ, ഡയറക്ടർ സുകുമാർ, അതിന്റെ ഡയലോഗ് റൈറ്റേഴ്സ്, ക്യാമറാമാൻ, മ്യൂസിക് ഡയറക്ടർ ഒക്കെ സെയിം തന്നെയാണ്. എഡിറ്റർമാർ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട്. നവീൻ നൂലി. ടെക്നിക്കൽ സൈഡ് ഒന്നും പറയാനില്ലല്ലോ. ഒരു 400 കോടി 500 കോടി മുടക്കിയത് കാണാനുണ്ട് പടത്തിനകത്ത്. നമുക്ക് ആ ഒരു ലൈറ്റിങ്, ആ ഒരു കളറ്, ക്യാമറ, ഫൈറ്റ് കൊറിയോഗ്രാഫി എന്ന് വേണ്ട എല്ലാ സെറ്റപ്പ് കാര്യങ്ങൾ, സെറ്റ് ബിൽഡ്. കാരണം ആക്ഷൻ സെറ്റ് പീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആക്ഷൻ സെറ്റ് പീസസിന് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടേക്കുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഇത്ര കോടി രൂപ അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ ചിലവാക്കി സെറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ, കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്. പടത്തിനകത്ത് എന്തുണ്ട് പോരായ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടത്തിനകത്ത് നല്ലൊരു കഥയില്ല, നല്ലൊരു തിരക്കഥയില്ല എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ. മലയാളം ദയവ് ചെയ്ത് ആരും കാണരുത്. ഞാൻ പോയി മലയാളത്തിന്റെ തല വെച്ചു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മലയാളം കൂടുതൽ താല്പര്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ തമിഴായിരുന്നു പ്രിഫർ ചെയ്യുന്നത്. പിന്നെ കുറെ കൂടെ ഒരു വലിയ സ്ക്രീൻ നോക്കിയതും കുറെ കൂടെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു സ്ക്രീൻ നോക്കിയപ്പോഴത്തേക്ക് മലയാളം ആണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ദയവ് ചെയ്ത് നിങ്ങളാരും കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ കാണരുത്. തമിഴോ അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ തെലുങ്കോ കാണുക. കാരണം ഫഹദ് ഫാസിലിന്റെ ശബ്ദം വേറൊരാള് പറഞ്ഞ് കേൾക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ജിസ്റ്റു ഒക്കെ പിന്നെ സഹിക്കാം. ഫഹദ് അഭിനയിക്കുമ്പോൾ ഫഹദിന്റെ സൗണ്ട് തന്നെ കേൾക്കണം. പെർഫോമൻസ് വൈസ് കഴിഞ്ഞ് നമ്മൾ ബൻവർ സിംഗ് ഷിഖാവത്തിനെ ഫസ്റ്റിൽ കണ്ടതിനേക്കാൾ കൂടുതൽ സെക്കൻഡിൽ കാണാൻ അദ്ദേഹത്തിന്റെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും അത് എല്ലായിടത്തും ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിക്കാരന് കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം പുള്ളിക്കാരൻ സ്കോർ ചെയ്തിട്ടുണ്ട്. കാരണം റൈറ്റിംഗ് ഇതിനകത്ത് ഇപ്പം രണ്ടുപേരും സ്ക്രീനിൽ ഒരുമിച്ച് വരും. ഹൈ പോയിന്റുകൾ വളരെ കുറവാണ്. 1-2 സീനുകൾ മാത്രമേ വരുന്നത്. ബാക്കിയെല്ലാം സെപ്പറേറ്റ് അവർ സ്കോർ ചെയ്യാണ്. ഇപ്പം അല്ലു അർജുൻ ഒരു സൈഡിൽ സ്കോർ ചെയ്യുന്നു, ഒരു സൈഡിൽ ബൻവർ സിംഗ് ഷിഖാവത്ത് സ്കോർ ചെയ്യുന്നു. ഇതിനിടയിൽ DSPയുടെ പഴയ പാട്ടയടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. കുറച്ച് അഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് സാം CS ആണ്. മേ ബി ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആയിരിക്കും. കാരണം ടുവേർഡ്സ് സെൻട്രൽ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ എലവേറ്റ് ചെയ്യുന്നതിനും ഫാമിലി ഇമോഷൻ ഒക്കെ കൊണ്ടുവരാനൊക്കെ ഒരു പരിധി വരെ നമ്മളെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 3.5 മണിക്കൂർ ഇൻക്ലൂഡിങ് ഇന്റർവെൽ നമുക്ക് ഏകദേശം ഒരു 3.5 മണിക്കൂർ പ്ലസ് പടം റണ്ണിങ് ഉണ്ട്. നമ്മൾ കുറേയൊക്കെ ഫോട്ടോയൊക്കെ ഇടാം, കുറേയൊക്കെ വാച്ചൊക്കെ നോക്കാം, ഇടയ്ക്ക് മൊബൈലൊക്കെ നോക്കാം. പിന്നെ പടം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. നമ്മളൊരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആരും അതൊരു 5 സ്റ്റാർ ഹോട്ടലിലെ ടോയ്ലറ്റോ ബാത്റൂമോ ആണെന്ന് കരുതി കയറാറില്ല. സോ അതേപോലെ നമ്മളൊരു എക്സ്പെക്ടേഷനോട് കൂടി തന്നെ പോകണം. അത്ര മോശമാണോ അത്ര തറമട്ടമാണോ എന്നുള്ളതല്ല, ഒരു കമ്പാരിസൺ പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി പടം നമ്മളുടെ ഒരു എക്സ്പെക്ടേഷനിൽ ഇതാണ് നമുക്ക് പടം ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രെമിസസ് എന്നും പുഷ്പ 1 നമ്മൾ കണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള സാധനമാണ്. സോ അതുപോലെ തന്നെയാണ്, അതേപോലെ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് പോയെന്നോ അതിന് ഒരുപാട് താഴെ പോയെന്നോ എനിക്ക് അവകാശമാകുന്നില്ല. പുഷ്പ 1 ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു പുതിയ അനുഭവമായിരുന്നു. അല്ലെങ്കിൽ പുഷ്പരാജ് എന്നുള്ള ക്യാരക്ടർ, അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് സാധനങ്ങള്, ലൈക്ക് അല്ലു അർജുനെ വേറൊരു അവതാറിൽ കാണുക എന്നൊക്കെ ഉള്ളത് ഒരു ന്യൂ തിങ് ആയിരുന്നു. പക്ഷെ പുഷ്പ 2 വരുമ്പോൾ ആ ഒരു ന്യൂ തിങ് ഇല്ല. അതിന് മുകളിൽ എന്തെങ്കിലും കഥയിലോ തിരക്കഥയിലോ മേക്കിങ്ങിലോ ഒക്കെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ ഇപ്പോൾ നമുക്കൊരു ഐറ്റം സോങ് ഉണ്ടായി, ഹിറ്റായ ഐറ്റം സോങ് ഉണ്ടായിരുന്നു. അണ്ടവാ മാമ എങ്ങനെ എത്രത്തോളം ഹിറ്റ് ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും അറിയാം. സോ അതിനോട് കിടപിടിക്കത്തക്ക രീതിയിലെങ്കിലും ഒരു ഹിറ്റ് കൊടുക്കണം. അതുപോലെ സാമി സോങ് ഓരോ ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അതിന്റെ മുകളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമം മാത്രമായിട്ടാണ് പുഷ്പ 2 എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നീയറ പുഷ്പയുടെ ഡ്രൈവർ, നീയറ പുഷ്പയുടെ നെയ്ബർ, നീയറ പുഷ്പയുടെ ജോലിക്കാരൻ, നീയറ ഞാൻ പുഷ്പയുടെ ആരുമല്ല കേട്ടാ, അതുപോലും പുഷ്പ ചേർത്താണ് പറയുന്നത്. പുഷ്പ 1 അല്ലു അർജുന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴത്തേക്ക് പുഷ്പ 2 രശ്മിക മന്ദാനയ്ക്ക് അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടും എന്നൊക്കെയാണ് പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂലോ എന്തോ ഒരു പ്രോഗ്രാമിലൊക്കെ പറഞ്ഞത്. ഇതിന്റെ പെർഫോമൻസിന് പുള്ളിക്കാരിക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. രശ്മിക മന്ദാനയ്ക്ക് കുറച്ച് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീൻ വച്ചിട്ടുണ്ട് പടത്തിനകത്ത്. അത് കുറച്ചൊക്കെ വർക്കായി, കുറച്ചൊക്കെ ട്രോൾ ആവും. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, പുള്ളിക്കാരിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി,
ഫിറ്റ്നസ്, ഡാൻസ് ചെയ്യുമ്പോഴായിക്കോട്ടെ ഒക്കെ ഉള്ള ഭയങ്കര രസമാണ്. പിന്നെ ഇതിന്റെ റൈറ്റിംഗ് പാർട്ടിനെ കുറിച്ചും പുള്ളിക്കാരിയുടെ ക്യാരക്ടറിനെ കുറിച്ചും പുള്ളിക്കാരി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ മേക്കേഴ്സ് ആണ് അതിന്റെ കാരണം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമൊക്കെ വരാം. അതൊക്കെ അതിന്റെ വഴിക്ക് വിടുക. കാരണം ഇത് ഇങ്ങനെയുള്ള ഒരു പടമാണ്. കൊമേഴ്ഷ്യലി ഹിറ്റ് ആവാൻ വേണ്ടി എടുക്കുന്ന പടത്തിന് അതിന്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവുമല്ലോ, ആ ടെംപ്ലേറ്റിനുള്ളിൽ വരത്തക്ക രീതിയിലാണ് പടം ചെയ്തത്. താഴത്തില്ലടാ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പടത്തിന്റെ അവസാനം. ഇത് തീരത്തില്ലടാ. പുഷ്പ 3 വരുന്നുണ്ട്. അത് റസൂൽ പൂക്കുട്ടി ഒന്ന് ലീക്ക് ചെയ്തിട്ടായിരുന്നു പുഷ്പ 3 ഉണ്ടാകും എന്നുള്ളത്. പുഷ്പ 3 ദ റാംപേജ്. പുഷ്പ 1ന്റെ സെക്കൻഡ് ഹാഫിൽ ഫഹദ് ഫാസിൽ വില്ലനായിട്ട് വന്ന് കുറച്ച് പരിപാടികൾ ചെയ്യുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ കാണാനായിട്ട് നമ്മൾ 2 വരുന്നു. ഇപ്പോൾ ഇതില് 2ന്റെ അവസാനം വേറൊരു കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. അതിന്റെ ബാക്കി കാണാനായിട്ട് 3. പുഷ്പ 2 സ്റ്റാർട്ടിങ് കുറച്ച് സീനും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്താണെന്ന് പോലും കാണിക്കുന്നില്ല. അത് മിക്കവാറും 3ലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ ലിങ്ക് ഇട്ട് തന്നതായിരിക്കാനാണ് സാധ്യത. 3ലെങ്കിലും ഇത് തീരത്തില്ലട എന്ന് പറയാതിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3ലെങ്കിലും നിർത്തിയാൽ മതിയായിരുന്നു. ക്യാരക്ടറിനെ വലിച്ചു നീട്ടി ഇത് പറയാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാരക്ടർ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് മുതലെടുക്കണേണ സുകുമാർ എന്നുള്ള തോന്നലാണ്. അത് വെച്ച് നീട്ടി കൊണ്ടുപോയത്. ഇതൊന്ന് എഴുതി തീർക്ക്. നിങ്ങൾ തിരക്കഥയൊക്കെ ഒന്ന് എഴുതി തീർത്ത് പാക്ക് ചെയ്തിട്ട് പടമൊക്കെ തീർക്ക്. ഇത് തീരുന്നില്ല. 3.5 മണിക്കൂർ റണ്ണിങ് ഓടിക്കൊണ്ടിരിക്കുന്നു. ക്ലൈമാക്സ് ആവുന്നില്ല. അതിന് പിന്നെ ഒരു തേർഡ് പാർട്ട് കൂടെ വരുന്നു എന്ന് പറയുന്നു. അതൊക്കെ അടുത്ത പാർട്ടിലേക്ക് ഇത്രയും എക്സ്പെക്ടേഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കണ്ടു തന്നെ അറിയണം. അത് 2 എത്രത്തോളം ആളുകളിലേക്ക് അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, എത്രത്തോളം വലിയൊരു ഹിറ്റ് ഇനി അത് തിയേറ്ററിൽ റൺ ചെയ്ത് എത്രത്തോളം കിട്ടുന്നു എന്നുള്ളതും കൂടെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. മെയിൻ തിയേറ്ററിലെ മെയിൻ സ്ക്രീനുകളിലെല്ലാം മലയാളമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ സങ്കടം പിടിച്ച കാര്യമാണ് മലയാളത്തിൽ ഈ പടം കാണുക എന്നുള്ളത്. മെയിൻ സ്ക്രീനുകളിൽ അറ്റ്ലീസ്റ്റ് തമിഴെങ്കിലും പ്ലേ ചെയ്യിക്കാവുന്നതാണ്. പടം OTT-യിലൊക്കെ റിലീസായിട്ട് വരുമ്പോഴത്തേക്ക് ആവശ്യം പോലെ ട്രോളിനുള്ള ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ കണ്ടിട്ട് പടം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഈ സാധനം ഇന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ ഓടും. അത്യാവശ്യം തിയേറ്ററിക്കൽ റണ്ണ് കിട്ടും. ഒരു പുതിയ കളക്ഷൻ റെക്കോർഡുകളൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കാം. പേഴ്സണലി ഇതിന്റെ ടെക്നിക്കൽ സൈഡും കുറച്ച് സാധനങ്ങളും ഒക്കെ എലിവേഷനുള്ള കുറെ സാധനങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ടോട്ടാലിറ്റിയിൽ അത്രയൊന്നും വർക്കൗട്ട് ആവുന്ന പടമൊന്നുമല്ല. മലയാളം ഒഴിച്ച് തമിഴോ തെലുങ്കോ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ കാണാൻ ശ്രമിക്കാം. ബൈ.